എത്ര കിലോമീറ്ററോളം ഓടി? ഇപ്പോൾ 9500 കിലോമീറ്റർ വണ്ടി ഓടി. ഇപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ പ്രത്യേക ശൈലിയിൽ എടുക്കുന്നുണ്ടോ? ചില ഓട്ടോമാറ്റിക് വണ്ടി നമ്മളിപ്പോൾ ആക്സിലേറ്റർ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഏറ്റവും പുതിയ ഡെൽറ്റ പ്ലസ് ഫ്രോൺസ് ഓട്ടോമാറ്റിക് ആണ്. ഇപ്പം കൂടുതൽ ആൾക്കാരും ഓട്ടോമാറ്റിക്കിലേക്ക് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. അതായത് ഒരു 5-6 മാസമായിട്ട് ഈ ഒരു വാഹനം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ഈ ഒരു വാഹനം ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്. അതായത് ആൾക്കാരിപ്പം ഓട്ടോമാറ്റിക്കിലേക്കാണ് കൂടുതൽ പോകുന്നത്. അതുപോലെ ഇതൊരു ബ്ലാക്ക് കളറാണ് വണ്ടി. ബ്ലാക്ക് കളറാണ് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. കാറിലൊക്കെ കാണാൻ വളരെ ലുക്കും കൂടിയാണ് ബ്ലാക്ക് കളറ്. പിന്നെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. ഫ്രോൺസിൽ പവർ കുറവാണ് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എനിക്കൊരു പവർ കുറവ് ഫീൽ ചെയ്യുന്നത് പോലെ പലർക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ യൂസറോട് നമുക്ക് യൂസർ എക്സ്പീരിയൻസ് ചോദിക്കാം. ഇത്ര നാൾ ഉപയോഗിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് ചോദിക്കാം. ബ്രോ ആണ് കുറച്ചായിട്ട് ഈ ഒരു ഫ്രോൺസ് ഉപയോഗിക്കുന്ന ആൾ. നമുക്ക് ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് നിതിൻ, കാസർഗോഡ് നീലേശ്വരമാണ് സ്വദേശം. ഏകദേശം ഒരു 4.5 മാസമായി വണ്ടി ഉപയോഗിക്കുന്നു. ഓട്ടോമാറ്റിക്കാണ് വണ്ടി. 4.5 മാസമായല്ലോ വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. മുമ്പ് ഏത് വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായി? മുമ്പേ ഞാൻ ഉപയോഗിച്ചത് മാരുതിയുടെ ഓൾട്ടോ ആണ്. ഏകദേശം ഇത് ഓൾട്ടോ എക്സ്ചേഞ്ച് ആക്കിയിട്ടാണ് ഇതിലേക്ക് വന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ 4.5 മാസത്തെ എക്സ്പീരിയൻസിൽ? 4.5 മാസമായിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് വണ്ടി തരുന്നത്. എത്ര കിലോമീറ്ററോളം ഓടി? ഇപ്പോൾ 9500 കിലോമീറ്റർ വണ്ടി ഓടി. പിന്നെ ഇപ്പോൾ ഒരു 15-16 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. അതായത് 5000-ൻ്റെ സർവീസ് കഴിഞ്ഞിട്ടാകുമ്പോൾ 5000 കഴിഞ്ഞു. 16-ന് ഇപ്പം കിട്ടുന്നുണ്ട്. പിന്നെ ഓയിൽ ചേഞ്ച് കഴിഞ്ഞില്ല. 10,000 കിലോമീറ്ററാണ് ഓയിൽ ചേഞ്ച് വരുന്നത്. അതിൽ കുറച്ചും കൂടെ കൂടുമെന്ന് തോന്നുന്നു. എനിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. കമ്പനി അങ്ങനെ പറയുന്നു. പിന്നെ ഈ ഫ്രോൺസിലേക്ക് തന്നെ എത്താൻ വേണ്ടിയിട്ട് എന്താ കാരണം? ഇപ്പം പിന്നെ നേരത്തിൽ ഒരുപാട് വണ്ടി ഉണ്ടല്ലോ. മുമ്പ് മാരുതിയുടെ വണ്ടി തന്നെ ഉപയോഗിച്ചുകൊണ്ടുണ്ടായത് ആൾട്ടോ. അപ്പം പക്ഷേ ഫ്രോൺസ് അല്ലാണ്ട് ബലേനും ഉണ്ട്, പിന്നെ ഹുണ്ടായിൻ്റെ വണ്ടിയുണ്ട്. ഇതിലേക്ക് തന്നെ എത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇല്ല? മാരുതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം വരുന്നു. അതായത് പിന്നെ എനിക്ക് തോന്നുന്നു റീസെയിൽ വാല്യൂ ഉണ്ട്, പിന്നെ മെയിൻ്റെനൻസ് എല്ലാം കുറവല്ല. ആൾട്ടോ എത്ര വർഷം ഉപയോഗിച്ച് നിങ്ങൾ? ആൾട്ടോ ഒരു 4-5 വർഷമായി ആൾട്ടോ തന്നെ യൂസ് ചെയ്യുന്നത്. പഴയ മോഡൽ ആൾട്ടോ അല്ല? ആൾട്ടോ 800. ആൾട്ടോ 800, പുതിയ 800. അത് പുതിയതായിട്ട് എടുത്തത്. അത് എനിക്ക് തോന്നി 5 വർഷം നിങ്ങൾ മാരുതിയുടെ വണ്ടി ഉപയോഗിച്ചിട്ടാകുമ്പം, സുസുക്കിൻ്റെ വണ്ടി ഉപയോഗിച്ചിട്ടാകുമ്പോൾ അതായത് എക്സ്പീരിയൻസ് നിങ്ങൾ നല്ലതായിരിക്കും. അതായത് മെയിൻ്റെനൻസ് കുറവായിരിക്കും അല്ലേ? അങ്ങനെ എത്ര കിലോമീറ്ററോളം അത് ഓടിയിട്ടുണ്ടാവും? അതൊരു 85-80 ആ റേഞ്ചിൽ ഓടി. എന്നിട്ടും അത് ഷോറൂമിൽ തന്നെ എക്സ്ചേഞ്ച് ആക്കിയിട്ടാണ് ഇതെടുത്തത്. കൊടുക്കുമ്പോൾ ഏകദേശം വാല്യൂ കിട്ടിയിട്ടുണ്ടോ? വാല്യൂ കിട്ടി. 1.5-2 റേഞ്ചിൽ വാല്യൂ കിട്ടി. ഇതിപ്പം ബ്ലാക്ക് കളർ നല്ലൊരു ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട്. ഫ്രോൺസിൽ തന്നെ കുറേ വേരിയൻ്റ് കളർ ഉണ്ടല്ലോ. വൈറ്റ് ഉണ്ട്, പിന്നെ വേറെ കുറേ കളർ ഉണ്ട്. ബ്ലാക്ക് എടുക്കാനില്ല ആയി വേറെ എവിടുന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഇല്ല. ബ്ലാക്ക് ആ ലുക്ക് കണ്ടിട്ട് തന്നെ ചൂസ് ചെയ്തത്. നമുക്കൊരു ഡ്രൈവ് പോവാം, എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം അല്ലേ? അപ്പോൾ ബ്രോ ഇതിപ്പം ഏത് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ? ഇത് ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക്. ഡെൽറ്റ പ്ലസ് ഇതിന് ഓൺ റോഡ് അന്ന് എടുക്കുമ്പം ഏകദേശം വരുന്നത് 10-20 വരുന്നുണ്ടായിരുന്നു. പിന്നെ 11-20 ഉണ്ടായിരുന്നു. ആ GST കുറഞ്ഞുകൊണ്ട് ഒരു 1 ലക്ഷം രൂപ കുറഞ്ഞിട്ട് 10-20 ആ റേഞ്ച് വന്നു. 10-20 GST കുറഞ്ഞിട്ട് ഇപ്പം 10-20 ഓഫറിലുണ്ടായിരുന്നു അന്ന് എടുക്കുമ്പോൾ. ഓണത്തിൻ്റെ ഓഫർ അങ്ങനെ ഇല്ല. ഈ GST കുറഞ്ഞുകൊണ്ട് ഓഫർ കമ്പനി കുറച്ചിരുന്നു. മുകളിലൊരു വേരിയൻറ്റും കൂടെ വരുന്നുണ്ടല്ലോ. അതെ, ടോപ്പ് എൻഡ് വേരിയൻറ്റ്. ഈ വേരിയൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എടുക്കുമ്പം ബേസ് മുതലുണ്ടല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 8.5 ലക്ഷം മുതൽ 11 ലക്ഷം വരെ ഓൺ റോഡ് പ്രൈസ് വരുന്ന പല വേരിയൻറ്റുകളും ഉണ്ട് ഫ്രോൺസിൽ തന്നെ. അതെ. അപ്പം ഈ ഒരു വേരിയൻ്റ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് എന്താ പിന്നെ ഓട്ടോമാറ്റിക്കും പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഫീച്ചേഴ്സ് കൂടുതലെല്ലാം അലോയ് അടക്കം വരുന്നുണ്ടല്ലോ. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നു. പിന്നെ എന്ത് പ്രത്യേകിച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും? ഒരു 40-45 രൂപ ആഡ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, മറ്റേ സീറ്റ് കവർ, പിന്നെ കുറച്ച് ചില്ലറ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 45,000 ആഡ് ചെയ്ത് പിന്നെ അധികം വരുന്ന ഇത് ആക്സസറീസ് എല്ലാം ആഡ് ചെയ്ത ഷോറൂമിൽ തന്നെയാണ് അല്ലെങ്കിൽ? എല്ലാം ഷോറൂമിൽ ചെയ്താൽ. ബ്ലാക്ക് വണ്ടിയല്ലേ ഉള്ളത്. അപ്പോൾ ഈ ബ്ലാക്ക് എടുത്തുകൊണ്ട് മെയിൻ്റെനൻസിന് എന്തെങ്കിലും ഇത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, ബ്ലാക്ക് കളർ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴുകേണ്ട വരുന്ന? ബ്ലാക്ക് ആകുമ്പോൾ കഴുകേണ്ടി വരുന്നുണ്ട്. 4 ദിവസം കഴുകേണ്ടി വരും. ഇപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ പൊടി പെട്ടെന്ന് പിടിക്കുന്നുണ്ട് ബ്ലാക്ക് കളർ ആയതുകൊണ്ട്. ഡെയിലി കഴുകേണ്ടി വരും. ഡെയിലി കഴുകിയാലേ ആ മറ്റൊരു നീറ്റ്നെസ് കീപ്പ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ലൈറ്റ് ഒക്കെ LED വരുന്നത് തന്നെയല്ലേ ഇതിൽ വരുമ്പോൾ? LED ലൈറ്റ് തന്നെ. ഞാൻ ഫോഗ് ലാമ്പ് എക്സ്ട്രാ കമ്പനി ചെയ്തിട്ടുണ്ട്.
സാധാരണ ഇപ്പം എന്നോട് വേറൊരു യൂസർ ഫ്രോൺസ് ഉപയോഗിക്കുന്നവർ പറഞ്ഞ രാത്രിയിൽ ലൈറ്റിന് കുറച്ച് പ്രകാശം കുറവ്, പക്ഷെ നിങ്ങളെ ഈ ഒരു വേരിയന്റിന് LED ലൈറ്റ് വരുന്നത് കൊണ്ട് അത്യാവശ്യം ലൈറ്റ് ഉണ്ടാവും അല്ലേ? ലൈറ്റ് ഉണ്ട്, എന്നാലും കുറവാണ് മൊത്തത്തിൽ. ഫോഗലാവ് കയറ്റിയോണ്ട് മാത്രം കുറച്ച് ഉണ്ട്, ലൈറ്റ് കുറവാണ് പൊതുവേ. ലൈറ്റ് കുറവ് രാത്രി വേറൊരു വണ്ടി വരുമ്പോൾ കാണാൻ പറ്റുന്നില്ല കുറച്ച്. അങ്ങനെ ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഇത് എടുത്തിട്ട് ലോങ് ഒക്കെ എവിടെ യാത്ര പോയിട്ടുണ്ടോ? അങ്ങനെ ലോങ് പോയത് എയർപോർട്ട് പോയതേ ഉള്ളൂ, മംഗലാപുരം, കണ്ണൂര്, അതുവരെയും പോയിട്ടില്ല. ഒരു 200 കിലോമീറ്ററോളം അപ്പ് ആൻഡ് ഡൗൺ പോയിട്ടുണ്ടാവും അല്ലേ? അപ്പം പിന്നെ ബാക്കിലിരിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? സാധാരണ ഫ്രോൺസിന്റെ ഒരു നെഗറ്റീവ് എനിക്ക് കേട്ടത്, പിന്നെ ബാക്കിലിരിക്കുന്നവർക്ക് കുറച്ച് ഹൈറ്റ് കുറവായതുകൊണ്ട് ഒരു ചെറിയൊരു പ്രോബ്ലം ഫീൽ ചെയ്യുന്നുണ്ട്. ഉണ്ട്, കുറെ ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബാക്കിൽ അത്ര കംഫോർട്ട് അല്ലാന്ന്. ബലോനെല്ലാം അപേക്ഷിച്ച് ഫ്രോൺസിന് അത്ര കംഫോർട്ട് അല്ല എന്ന് പറയുന്നുണ്ട്. ബലോനൊക്കെ നല്ല ബാക്കിൽ നല്ല യാത്ര സുഖമുണ്ട്. നമുക്ക് തല മുട്ടുന്ന പോലുള്ള ഒരു ഹൈറ്റിലവർക്ക് തല മുട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നെ 3 ആൾ ഇരിക്കുമ്പോൾ തന്നെ ഫുള്ളൊരു ജാമാ നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു വേരിയന്റിലും ഫ്രോൺസിന്റെ ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ട് എടുക്കുന്ന 10 സംതിങ് കൊടുത്തിട്ട് എടുക്കുന്ന ഈ ഒരു വേരിയന്റിലും ഫ്രോൺസിന് റിയർ AC വരെ വന്നിട്ടില്ല. അതൊരു നെഗറ്റീവ് തന്നെയാണ്. കമ്പനി വരുമ്പം ആ ഒരു അല്ലെ ബാക്കിൽ ഒരു AC അത് ടോപ്പ് എൻഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ ഒരു വേരിയന്റിന് AC കൊടുക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞ കമ്പനിയെല്ലാം. അങ്ങനെ റിയർ AC ഇല്ല, ക്യാമറ റിവേഴ്സ് ക്യാമറ അടക്കം വരുന്നില്ല. 360 ക്യാമറ അതൊന്നും വരുന്നില്ല, റിവേഴ്സ് ക്യാമറ എല്ലാം ആഡ് ചെയ്തതാണ്. ബ്രോ ഇപ്പൊ ഈ മാനുവൽ ബ്രോ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടുണ്ടായതല്ലേ ആൾട്ടോ, അപ്പൊ അതിൽ നിന്ന് ഈ ഓട്ടോമാറ്റിക്കിലേക്ക് പെട്ടെന്ന് വരുമ്പം എന്തെങ്കിലും ഒരു എങ്ങനെ കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയത് ഏത്, ഓട്ടോമാറ്റിക്കാ അല്ലെങ്കിൽ മാനുവൽ തന്നെയാണ്? അത് ആദ്യത്തെ ഒരു ആഴ്ച ഭയങ്കരമായിട്ട് ഒരു ഇതുണ്ടാവും, നമ്മളെ ഗിയർ പെട്ടെന്ന് നമുക്ക് മാറ്റേണ്ട ഒരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ ഇപ്പം കുഴപ്പമില്ല, നമ്മളിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ കുറച്ചും കൂടെ ഫ്രീ ആയി തോന്നും. ഇപ്പൊ ട്രാഫിക്കിലെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഇനി എടുക്കുന്നവരെല്ലാം എന്തായാലും ഓട്ടോമാറ്റിക് തന്നെയാണ് എടുക്കേണ്ടത്. കാരണം അവിടെ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോവാം. അതെ, ഇപ്പം ട്രാഫിക്കിലെല്ലാം വരുമ്പോൾ നല്ല ഗിയർ മാറണ്ട, എത്ര ലോങ് പോയാലും നമുക്ക് ആ ഒരു ഫീല് ചെയ്യുന്നുണ്ടാവില്ല അല്ലെ, ഗിയർ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. സിറ്റിയിലാണെങ്കിലും നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഓട്ടോമാറ്റിക് ആകുമ്പോൾ. അതെ. ഇക്കിയിലെല്ലാം അങ്ങനെ സാധനം എല്ലാം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇതിന്റെ സ്പേസ് എങ്ങനെ ബൂട്ട് ഡിക്കിയിൽ അത്യാവശ്യമായിട്ട് നല്ല സ്പേസ് ഉണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അല്ല ഇതിന്റെ കമ്പനി വരുമ്പോ തന്നെ ഇല്ല അല്ലേ? പിന്നെ 4 സ്പീക്കർ. ഓക്കെ, 4 സ്പീക്കറും എല്ലാം കമ്പനി വരുമ്പോ തന്നെ ഇല്ല തന്നെ. എങ്ങനെയുണ്ട് ഫീൽ? എങ്ങനെ സോങ് എല്ലാം വെക്കുമ്പോ എങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല, അത് നല്ലതായിട്ടുണ്ട്. സൗണ്ട് നല്ല സൗണ്ട് ഉണ്ട്. ഈ 5000 സർവീസ് കഴിഞ്ഞെന്നാണ് പറഞ്ഞല്ലേ, അപ്പൊ 5000 എന്തെങ്കിലും പിന്നെ മെയിൻ്റെനൻസ് എന്തെങ്കിലും അധികം ചാർജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, 5000 ഫ്രീ ആയിരുന്നു. ജസ്റ്റ് ഒരു വീൽ അലൈൻമെന്റ് ഉണ്ട്, അതിന് മാത്രം ഒരു 800 രൂപ അങ്ങനെ ആവുന്നുണ്ട്. 10,000 വരുന്നത് ഓയിൽ ചേഞ്ച് വരുന്നുണ്ട്. അതിന് ഓയിലിന്റെ പ്രൈസ് മാത്രമേ തോന്നുന്നത്. മെയിനായിട്ട് എനിക്ക് തോന്നുന്ന ആൾക്കാരെല്ലാം പിന്നെ ഈ മാരുതി സുസുക്കിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ, നമുക്ക് എത്ര വർഷം ഉപയോഗിച്ചാലും മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ്. പിന്നെ അതുപോലെ റീസെയിൽ എപ്പം വിറ്റാലും അല്ലേ? അതന്നെ. പിന്നെ കുറെ എൻക്വയറി ചെയ്തിരുന്നു അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കുറച്ച് ഇങ്ങനെ ആൾക്കാരുടെ അടുത്തെല്ലാം ഫ്രോൺസിലേക്ക് അത്യാവശ്യം കുറച്ച് വീഡിയോസ് എല്ലാം നോക്കി കുറെ ആൾക്കാർ എൻക്വയറി ചെയ്ത് അങ്ങനെ എടുത്ത് തന്നെയാണ്. ഇതേ സെയിം എഞ്ചിനാണ് ബലേനോയിൽ വരുന്നത്. 1.2 3 സിലിണ്ടറോട് കൂടിയിട്ട് തന്നെയാണ് വരുന്നത്. അല്ല, 1.2 4 സിലിണ്ടറാണ് ബലേനോയിലും വരുന്നത്, ഫ്രോൺസിലും വരുന്നത്. ഇപ്പം 4 സിലിണ്ടർ ആയിട്ടും അത്യാവശ്യം നല്ലൊരു മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ബലേനോനെ അപേക്ഷിച്ചിട്ട് ഫ്രോൺസിലേക്ക് എത്തുമ്പം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നിങ്ങൾക്കിപ്പം എവിടെങ്കിലും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലെല്ലാം പോകുമ്പോൾ അടി തട്ടുന്ന പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇല്ല, അതുകൊണ്ട് തന്നെ മെയിനായിട്ട് ഇത് ചൂസ് ചെയ്യാൻ കാരണം, നമ്മുടെ നാട്ടിൽ പോകുമെന്ന് പറഞ്ഞാൽ അടി തട്ടാൻ സാധ്യതയുണ്ട്. ബലാനൊക്കെ പെട്ടെന്ന് അടി തട്ടാൻ സാധ്യതയുണ്ട്. അത് കറക്റ്റാണ്. കാരണം ഇപ്പം എല്ലാ ആൾക്കാർക്കും ഒരു മിനി SUV ആണ്. അത് ഇതിൻ്റെ ഒരു ലുക്കും പിന്നെ എന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. നമുക്കൊരു 4 വീല് വണ്ടി പോകുന്ന സ്ഥലത്തെല്ലാം ഈ ഒരു ഫ്രോൺസ് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായതുകൊണ്ട് അടി തട്ടുന്ന ഒരു പ്രശ്നവുമില്ല. ഇതുവരെ അങ്ങനെ ഒരു എല്ലാ വലിയ കയറ്റം അങ്ങനത്തെ സ്ഥലത്തെല്ലാം പോയിട്ടുണ്ടാകും. നമ്മുടെ നാട്ടുമ്പുറമാണ്, അതുകൊണ്ട് പിന്നെ അടി തട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. ബാക്കിയെല്ലാം ഇതാകുമ്പോൾ അതിൻ്റെ പ്രശ്നമില്ല, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായതുകൊണ്ട്. അതെ. മൊത്തത്തിൽ ഇപ്പോൾ ഡ്രൈവിംഗ് കംഫർട്ട് എങ്ങനെയുണ്ട്? ഇപ്പം കുലുക്കോ മെക്കാടത്തിൽ പോകുമ്പോൾ എന്തായാലും കുലുക്കോ ഉണ്ടാവില്ല, എന്നാലും ലോങ് എല്ലാം പോകുമ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇപ്പം മെക്കാടത്തിലാണ്, ഇപ്പം ഫുള്ള് മെക്കാടല്ലേ, അന്നേരം പിന്നെ അങ്ങനെ ഫീൽ ആവുന്നില്ല. നാട്ടിലെല്ലാം അത്യാവശ്യം കുലുക്കമുണ്ട്.
മറ്റു റോഡിൽ പോകുമ്പോൾ മറ്റു റോഡിലൂടെ പോകുമ്പോൾ. ഓട്ടോമാറ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചിട്ട് കാര്യമുണ്ടോ എന്തെങ്കിലും? ഇല്ല, അത് വൈഫിനും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഓട്ടോമാറ്റിക് എടുത്തത്. അതെ അതെ അതെ, ഓട്ടോമാറ്റിക് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ വൈഫിനും അതായത് ഫീമെയിൽസിനെല്ലാം അതെ അതെ വളരെ ഇതായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഫ്രോൺസിൻ്റെ നെഗറ്റീവ് അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പവർ കുറവെന്നാണ് പറയുന്നത്. അതായത് മാനുവൽ വണ്ടിയെല്ലാം എടുക്കുന്നവർക്കാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പവർ കുറവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും വണ്ടിക്ക് എടുത്തു പോകുമ്പോൾ നമുക്കൊരു ഓവർടേക്ക് ചെയ്യുമ്പോൾ എല്ലാം വണ്ടീനെ? പിന്നെ എനിക്ക് ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പിന്നെ അത്ര അറിയുന്നില്ല, നമുക്ക് ഫീൽ ആകുന്നില്ല. പവർ കുറവ് പോലെ ഒരു ഫീൽ ഇല്ല അല്ലേ ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട്? അത് ശരിയായിരിക്കും. പിന്നെ ഞാൻ മുമ്പ് ഓൾട്ടാണ് ഉപയോഗിച്ചത്, അങ്ങനെ പിന്നെ അതിന് ഇതിലേക്ക് മാറിയതുകൊണ്ട് പവറിൻ്റെ കാര്യത്തിൽ വലിയ ഫീലിംഗ് ഇല്ല. അതായത് മുമ്പ് ആൾട്ടോ എടുത്തിട്ട് ഇപ്പം പിന്നെ അതിനേക്കാളും CC കൂടിയ വണ്ടിയാണ്, പവർ കൂടുതലില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു പവർ കുറവായിട്ട് ഫീൽ ചെയ്യുന്നില്ല? അതായത് വലിയ പവറില്ല വണ്ടിയെല്ലാം എടുത്തിട്ട് എടുത്തവർക്ക് ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ ചിലപ്പം അതും മാനുവൽ എടുക്കുമ്പോഴായിരിക്കും അങ്ങനെ ഫീൽ വരുന്നതല്ലേ, പവർ കുറവ് പോലെ. മെയിനായിട്ട് ആൾക്കാർ ഫ്രോൺസിന്റെ നെഗറ്റീവ് പറയുന്നത് ഇത് തന്നെയാണ്, ഈ പവർ കുറവ്. അപ്പൊ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നില്ല? ഓട്ടോമാറ്റിക് ആയതുകൊണ്ടോ അറിയില്ല, ഫീൽ ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ പ്രത്യേക ശൈലിയിൽ എടുക്കുന്നുണ്ടോ? ചില ഓട്ടോമാറ്റിക് വണ്ടി നമ്മളിപ്പോൾ ആക്സിലേറ്റർ ഇപ്പൊ ഗിയർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടല്ലോ, അതിന് ആ സമയത്ത് ആക്സിലേറ്റർ കാലെടുത്തിട്ട് വീണ്ടും കൊടുക്കുന്ന ആ ഒരു ശൈലിയിലാണ് നിങ്ങൾ ഓട്ടോമാറ്റിക് ഈ ഒരു വണ്ടി എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആക്സിലേറ്റർ കൊടുത്ത് ഇങ്ങനെ പോകുന്നത് മാത്രം? ഞാൻ മുമ്പ് ഫസ്റ്റ് എടുത്താടെ അങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഞാൻ ഒരേ കൊടുക്കലായിരുന്നു, ഇളക്കാറില്ല. ആക്സിലേറ്റർ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് ആവുന്നുണ്ടല്ലോ. അത് അങ്ങനെ ചെയ്യണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിന്? അങ്ങനെ കമ്പനിയിൽ നിന്ന് എന്ത് റെക്കമെൻഡ് ചെയ്യുന്നത്? കമ്പനിയിൽ നിന്ന് അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് പിന്നെ ആക്സിലേറ്റർ ഞാൻ ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ വണ്ടി ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ ചെറിയ ഒരു വണ്ടിക്കൊരു ചെറിയൊരു ലാഗ് ഉണ്ടാകുന്നു. അതുകൊണ്ട് നമുക്ക് ചെറുങ്ങനെ ഒരു ആക്സിലേറ്റർ കാലെടുത്തിട്ട് ആ ഗിയർ ഷിഫ്റ്റ് ആവേണ്ട ആ ഒരു സമയം നമുക്ക് ആക്സിലേറ്ററിന് കാലെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കംഫർട്ടായിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുമ്പോൾ എനിക്ക് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ തോന്നിയത്. പക്ഷെ നിങ്ങളിപ്പോൾ ഡ്രൈവിങ്ങിലൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല, നിങ്ങൾ ഒറ്റ ആക്സിലേറ്റർ കൊടുക്കുന്നതന്നെയല്ല ശൈലി? അത് ഇളകിയിട്ട് കൊടുക്കുമ്പോൾ ഒരു ലാഗ് ആവുന്നുണ്ട്. ഒരു ആക്സിലേറ്ററിന് കൊടുത്തോണ്ട് പോകുമ്പോൾ അതില്ല, ലാഗിങ് ഇല്ല. പിന്നെ നമ്മൾ ഇപ്പോൾ അധികം പോയിക്കൊണ്ടുള്ളത് നിരപ്പായ സ്ഥലത്താണ്, മെക്കാട റോഡ്, അങ്ങനെ കയറ്റങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇങ്ങനെ വലിയ കയറ്റത്തിലെല്ലാം വരുമ്പം 5 പേരിലുണ്ടാകുമ്പോൾ ഒരു ചെറിയൊരു പുള്ളിങ്ങിൻ്റെ ഒരു കുറവുണ്ട്. അപ്പം ഈ ഒരു 5 മാസത്തെ നിങ്ങളെ എക്സ്പീരിയൻസ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? നിങ്ങളിപ്പോൾ ഒരാൾക്ക് ഈ ഒരു ബ്ലാക്ക് ഫ്രോൺസ് ഡെൽറ്റ പ്ലസ് ഈ ഒരു വേരിയന്റ് നിങ്ങൾ ഓട്ടോമാറ്റിക് റെക്കമെൻഡ് ചെയ്യും അല്ലേ? നിങ്ങളൊരു ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗൈസ് പുതിയൊരു ഫ്രോൺസ് ഉപയോഗിക്കുന്ന യൂസർക്ക്, അതും ഓട്ടോമാറ്റിക് വണ്ടി ഉപയോഗിക്കുന്ന യൂസർക്ക് പറയാനുള്ളത്. അപ്പം കാര്യമായിട്ട് നെഗറ്റീവ്സ് ഒന്നും ഇല്ല. അതായത് ബാക്കിലിരിക്കുന്നവർക്ക് ചെറിയൊരു നെഗറ്റീവ് തോന്നുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ആ ഒരു പവറിൻ്റെ ഇഷ്യൂ ഇദ്ദേഹത്തിന് തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ലൈറ്റിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അല്ലേ? പിന്നെ വേറെ കാര്യമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഒന്നും ഇല്ല. കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഫ്രോൺസ് തന്നെ എടുക്കുന്നുണ്ട്. ഫ്രോൺസ് അങ്ങനെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആൾക്കാർ എടുക്കാൻ നിൽക്കില്ല. പിന്നെ ഇതിന് അങ്ങനെ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇല്ല. നെഗറ്റീവിനേക്കാളും കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങളാണ് ഫ്രോൺസിനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂസർക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, യൂസർ റിവ്യൂ, കുറേ വാഹനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതാണ്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾ ഏതാണ് വാഹനം ഉപയോഗിക്കുന്നത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ മാരുതി സുസുക്കിയുടെ വാഹനത്തിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഫ്രോൺസ് ഉപയോഗിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.